നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എരുന്ത് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ഞാനാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിലും പക്ഷെ ഫുൾ ഇൻസ്ട്രക്ഷൻ ഉമ്മാൻ്റെ വകയായിരുന്നു. ഉമ്മൻ്റെ റെസിപ്പിയാണത്. ഉമ്മ പറയുന്നു അതുപോലെ ഞാൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. എനിവേ അടിപൊളി റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ഇടയ്ക്ക് നല്ല ചീത്തയും കേട്ടിട്ടുണ്ട്. അത് പിന്നെ അങ്ങനെ ആണല്ലോ, ഞാനല്ലേ കുക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ചൂടായ പാനിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ, അതിലേക്ക് കുറച്ച് തേങ്ങ കൊത്തിട്ടിട്ട് വറുത്ത് മാറ്റി വെക്കുക. എന്നിട്ടും നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ മെയിൻ ആയിട്ടുള്ള സാധനം എരുന്ത്, അത് ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കരിവേപ്പിൻ്റെ ഇല, സവാള, ഉപ്പ്, തക്കാളി, മുളക്, ഇത് മൊത്തം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സംഭവം കുക്കിംഗ് ചില്ലറ പരിപാടിയെല്ലാം ഇങ്ങനത്തെ ഓരോ സന്ദർഭങ്ങളിൽ ഞാൻ മനസ്സിലാക്കി വരുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് കുക്കായി വരുമ്പോൾ അതിലേക്ക് നമ്മളുടെ വറുത്ത് മാറ്റി വെച്ച തേങ്ങാക്കൊത്തും എരുന്തും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഉപ്പും മുളക് പൊടി, മഞ്ഞപ്പൊടി ഇതൊക്കെ ആവശ്യത്തിന് ഇടുക. കുറേ ഇട്ട് ഓവറാക്കരുത്. കുറേ അബദ്ധങ്ങൾ എനിക്ക് പറ്റിയിട്ടുണ്ട്. നഷാസ് 100 അബദ്ധങ്ങൾ എന്നിട്ട് പറഞ്ഞിട്ട് ബുക്കിന് ഇറക്കാൻ പറ്റിയൊരു അബദ്ധങ്ങൾ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാനിവിടെ ഉണ്ടാക്കാൻ വെച്ചിട്ട് വേറെ എവിടെക്കോ പണിക്ക് പോയേണ്ടതാണ്, ചെറുതായിട്ടൊന്ന് കരിഞ്ഞു. എനിവേ ഞാനൊരു എരുന്ത് പ്രേമിയല്ല, പക്ഷെ ഞാനത് നന്നായിട്ട് കഴിച്ചിരുന്നു. അടിപൊളിയായിരുന്നു. പൊറോട്ട ഉണ്ടെങ്കിൽ സെറ്റാണ്, പത്തിരി ഉണ്ടെങ്കിൽ അടിപൊളി.